വിശുദ്ധരൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തെയും ഭൂമിയെയും ഒക്കെ കൂട്ടിക്കെട്ടുന്ന ഒരു ചങ്ങലയാണ് ജപമാല എന്ന്. ഓക്കെ, ഈ ചങ്ങല നമ്മുടെ കൈകളിൽ എടുക്കുമ്പോൾ അവിടെ സ്വർഗം ജ്വലിക്കും എന്നുള്ളതാണല്ലോ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പുണ്യമാസത്തില് പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചു മുന്നേറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുഞ്ഞുനാളിലെ കുറേ അനുഭവങ്ങളൊക്കെയാണ്. ഇന്നും ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ് അതൊക്കെ. ഓർമ്മ വെച്ച നാൾ മുതൽ ചാച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിലാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ഉത്സവം പോലെ തന്നെയാണ്. അമ്മച്ചി രാവിലെ തന്നെ പൂക്കളൊക്കെ പറിച്ച് ബൊക്കെ ഉണ്ടാക്കി മാതാവിൻ്റെ തിരുസ്വരൂപം അലങ്കരിക്കുന്നതും പിന്നെ ആഘോഷമായിട്ട് കൊന്ത നമസ്കാരം ചെല്ലുന്നതും ഒക്കെ ഇന്നും പച്ചയിടാത്ത ഒരു ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചാച്ചൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കഴുത്തിലൊരു കൊന്തയുണ്ട്, പക്ഷേ എക്സ്ട്രാ ഒരു കൊന്തയും കൂടി കയ്യിലെടുക്കും. അപ്പോൾ യാത്രക്കിടയിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അമ്മച്ചിയാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴേക്കും കൂടുതൽ വർത്താനമൊന്നും പറയാണ്ട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിച്ച് നടക്കാണ്ട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് കൊന്ത ചൊല്ലി പോ മക്കളെ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ട്. അന്നൊന്നും അത് മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നീട് നമ്മൾ സന്യാസ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എത്ര വിശുദ്ധമായ പരിപാവനമായ ഒരു ജീവിതം നയിച്ചതാണ് ഇന്ന് നാമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കുരിശ് വരയ്ക്കുന്ന സമയത്ത് കൊന്ത കയ്യിൽ പിടിച്ച് ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് ചാച്ചനും അമ്മച്ചിയും പറഞ്ഞു തന്നിരിക്കുക, നമ്മൾ അങ്ങനെ ഭക്തിയോടെ മാതാവിൻ്റെ മുൻപിലായിരിക്കണം. പക്ഷേ അമ്മയ്ക്ക് ആ കളികളൊക്കെ ഇഷ്ടമാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ നെഫ്യൂസും നീസും ഒക്കെ ഇതുപോലെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എന്തെങ്കിലും കളികളിലൊക്കെ വ്യാപൃതരാകുമ്പോൾ ഒന്നും അവരെ വഴക്ക് പറയാതെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലേക്ക് അവർ ശ്രദ്ധിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുമ്പോൾ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മ ധീരയായ ഒരു വനിത, ഒപ്പം തന്നെ വളരെ നിഷ്കളങ്കയായ ഒരു സ്ത്രീ. സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ടഫ് മൈൻഡും ടെൻഡർ ഹാർട്ടുമാകണമെന്ന്. സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും ഒക്കെ ഒത്തുള്ളൊരു ജീവിതം, അതാണ് അമ്മയിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃക എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ജീവിതത്തിൻ്റെ അനുകൂലങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ഈ അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ ജപമാല വഴിയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര സുവിശേഷ വഴികളിലേക്ക് കാലിടറാതെ നടന്നു നീങ്ങാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.